ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും SG ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാര്യം എന്ന് പറഞ്ഞാൽ ജാതി മത ഭേദമന്യേ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു വെർച്വൽ ക്യൂ സംവിധാനമുണ്ട്. അപ്പോൾ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഇപ്പോൾ ഞങ്ങളിപ്പം ഇവിടെ ഈ സെൻറ്റർ നടത്തുന്നതുകൊണ്ട് നമുക്കറിയാം ഒരുപാട് ഭക്തജനങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ സെൻറ്ററുകളിൽ വരാറുണ്ട്. അപ്പോൾ നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞ് ഇപ്പം സീസൺ തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് വരെ നമുക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇത് ഫുള്ള് റെഡിൽ, അതായത് ജനുവരി വരെയും 10-ാം തീയതി വരെയും, ഞാനിപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോടൊപ്പം നിങ്ങളെ കാണിച്ചു തരാം. 10-ാം തീയതി വരെ ഫുൾ റെഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ശബരിമലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഭക്തജനങ്ങൾ എന്ത് ചെയ്യും എന്ന് ഈ സർക്കാർ ഒരു ഉത്തരം പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഇതിനൊരു കൃത്യമായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. കാരണം വെച്ചാൽ എല്ലാവരുടെയും ഒരു അവകാശമാണ് ക്ഷേത്രങ്ങളിലേക്ക് പോവുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ സീസൺ ടൈമിൽ അയ്യപ്പസ്വാമിയെ ദർശിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു അവകാശമാണ്. അപ്പം അതിനെ ഹനിക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ വെർച്വൽ ക്യൂവിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഇത് നമ്മുടെ ഈ പറഞ്ഞ ഒരു സംഘടനകളായിട്ട് ഒരു പ്രവർത്തനങ്ങളായിട്ട് യാതൊരു ആൾക്കാരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ പറയുന്നു ആളുകൾ അവിടെ വലിയ തിരക്കില്ലായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് ഇവർ ഈ ഓൺലൈനിൽ ഈ ക്യൂവിൻ്റെ ഈ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിരവധി ആളുകൾ, 1-2 ആളാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യില്ല. നിരവധി ആളുകൾ വന്നിട്ട് ഈ പറഞ്ഞ ഇതേ അഭിപ്രായമാണ് പറയുന്നത്. അതുപോലെ സ്പോട്ട് ബുക്കിംഗ് കിട്ടും എന്നുള്ള പേരിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ച് ഇത്രയും ദൂരം നമ്മൾ ചെല്ലുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ അവിടെ നമ്മൾ പെട്ടുപോവുകയല്ല ഉള്ളൂ. അപ്പോൾ ഇതിന് അധികൃതർ എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാക്കുക. ഈ സുഗമമായി ഈ സീസണിലെ ആൾക്കാർക്ക് അവിടെ പോയി തൊഴുവാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുക. ഇപ്പോൾ തിരക്കാണെങ്കിൽ ആ തിരക്കുള്ള ദിവസത്തെ പിറ്റേ ദിവസം ആ ക്യൂവിൽ പ്രോപ്പറായിട്ട് ഓൺലൈൻ ഇതിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗപ്രദമാകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിരവധി ആളുകൾ ഇത് ചെയ്യാൻ നോക്കുമ്പോൾ, ഞാനിപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് കാണും. ഇപ്പം നവംബർ, ഡിസംബർ, ജനുവരി ഈ മണ്ഡലകാലം തീരുന്നിടം വരെ ബുക്കിംഗ് ആക്കി റെഡ് കളറിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ പോകുന്നത് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ വളരെ നാളത്തെ ആഗ്രഹമാണ് ഈ സീസൺ ടൈമിൽ അയ്യപ്പസ്വാമിയെ ദർശിക്കുക എന്നുള്ളത്. ഇപ്പം 2 മാസം മുമ്പ് ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രം പോകാൻ വേണ്ടി മാത്രമാണോ ഈ നമ്മുടെ ഈ വെർച്വൽ ക്യൂ സംവിധാനം ഉള്ളത്? അപ്പോൾ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ കൃത്യമായിട്ടൊരു അപ്ഡേഷൻ ഇതിനകത്ത് നടക്കുന്നില്ലെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുകയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെല്ലാവരിലേക്കും. അപ്പോൾ നിങ്ങൾ ജനങ്ങളാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിന് കമൻറ്റും ഷെയറും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്ത് സർക്കാരിലെത്തിച്ച് അടിയന്തരമായിട്ട് ഈ വെർച്വൽ ക്യൂവിൽ കൃത്യമായിട്ട് ഉള്ള ഒരു അപ്ഡേഷൻ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നതിൻ്റെ ഒരു കാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായിക്കോട്ടെ, വൃദ്ധജനങ്ങളായിക്കോട്ടെ, പല ആളുകളും ഇവിടെ ശബരിമലയിലേക്ക് പോകുവാനും അവിടെ മറ്റ് വഴിപാടും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഈ സീസൺ ടൈമിൽ അവർക്ക് പോകും. ഇപ്പോൾ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ 1 ലക്ഷം 2 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ ബുക്ക് ചെയ്ത് മാറുന്നതനുസരിച്ച് ഈ സൈറ്റിൽ ഒരു അപ്ഡേഷൻ വരുന്നില്ല. ഇതുവരെ ഈ സൈറ്റിൽ അപ്ഡേഷൻ വരാത്ത മൂലം ഈ നിരവധി ആളുകൾ അവിടെ ചെന്ന് തിക്കും തിരക്കും കാര്യങ്ങളുമായിട്ട് ആർക്കും തൊഴാനും പോകാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യം വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ദയവായി ഇതൊരു അഭിപ്രായമായിട്ട് കണ്ട് ഇതിനകത്ത് എന്ത് കാര്യങ്ങളിലൂടെ ആളുകൾക്ക് സുഖമായിട്ട് അവിടെ പോയി തൊഴാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഈ വെർച്വൽ ക്യൂ സംവിധാനം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും അത് വലിയൊരു സഹായമായിരിക്കും. പ്രത്യേകിച്ച് ഈ അയ്യപ്പ സ്വാമിയുടെ ദർശനം നടക്കുന്ന വേളയിൽ ഈ മണ്ഡലകാലത്ത് എല്ലാവർക്കും അത് ദർശിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനം സർക്കാർ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം SG ചാനൽ.